ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈലിൽ ചിക്കൻ കറി. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് ഉള്ളി ഒന്ന് വേഗം വണങ്ങി കിട്ടും. എന്നിട്ട് ഉള്ളി ഒരു ലൈറ്റ് കളറാവണ വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഉള്ളി ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച മണം പോകണ വരെ ഒരു 2-3 മിനിറ്റ് നല്ലോണം വഴറ്റുക. ഇതിലേക്ക് 1-2 പച്ചമുളക് മുറിച്ചിടുക. പച്ചമുളക് നമ്മളുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ടാലും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണ് ചിക്കൻ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് വരെ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഉടയണ വരെ ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്ന് നല്ലോണം ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ തക്കാളി പുളിയില്ലാത്തതാണ്. പുളിയുള്ള തക്കാളി ആണെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തൈര് ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മസാല പിടിക്കുന്ന വരെ ഒന്ന് നല്ലോണം 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ചിക്കന് വേകാനത്ര വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിനെ അടച്ച് നല്ലോണം വേവിക്കാം. ഗ്രേവി ഒന്ന് നല്ലോണം തിക്കായിട്ട് വരുമ്പോൾ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നോക്കുക ചിക്കൻ വെന്തോ ഇല്ലയോ. അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവിക്കാൻ വെക്കാം. ഇവിടെ എൻ്റെ ചിക്കൻ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം ഉടയുന്നുണ്ട്. വേറൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂണ് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുക. ഇതിനൊന്ന് ചെറുതായിട്ട് താളിച്ചെടുക്കുക. ഈ താളിച്ചെടുത്തതിന് നമ്മുടെ ചിക്കൻ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക.